നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബുക്ക്. പക്ഷെ ആ ബുക്ക് വെച്ച് നമ്മൾ സ്കൂളിലെ ക്ലാസ്സിലൊക്കെ നിൽക്കുമ്പോൾ വെറുതെ ഇൻ്റർവെല്ലൊക്കെ ഉണ്ടാവില്ലേ, ആ നേരത്ത് ബോറടിക്കും. നമ്മൾ അതിന് മടി കളിച്ചാൻ പറ്റിയ സംഭവമാണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കട്ടെ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ഇവിടെ ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ആക്കിയിട്ട് ഒരു പേപ്പർ, ആ പേപ്പറിന്മേൽ ചിത്രം വരച്ചിട്ടുള്ളത് കേട്ടോ, അത് എന്നിട്ട് ഇവിടെ ഒട്ടിച്ചു. എന്നിട്ട് നമ്മൾ ഒരു ടിഷ്യൂ നമ്മൾ കാട്ടേണ്ട ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കണം. ഒട്ടിച്ച് വെച്ചിടണം, നല്ല ഒട്ടണം. പിന്നെ നമ്മൾ എടുക്കേണ്ട ഒരു പതിനെഴുതിയ ഒരു പേപ്പർ, എന്നിട്ട് അതിൻ്റെ ഈ ഭാഗം എന്നിട്ട് അവിടെ ഒക്കെ കളർ എടുത്തിട്ട് ഇത് കുറച്ച് ഡിസൈൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ മുഴുവനും പ്ലാസ്റ്റർ സോഫ്റ്റിന് വേണ്ടിയിട്ടാണ്, അത് മാത്രമല്ല ഒട്ടി നിൽക്കാതെ നിൽക്കാനും ആണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് നിൽക്കണം. അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ കൂട്ടാനൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ എടുക്കേണ്ടത് ഒരു സ്മൈലിൻ്റെ ഒരു ചിത്രമുള്ള ഒരു പേപ്പർ. ഞാനിപ്പോൾ എടുത്ത് ഇങ്ങനത്തെ സാധനമാണ്, ഇങ്ങനെ ഒരു ഇതാണ്. എന്നിട്ട് നമ്മൾ ഒരു കുഞ്ഞ് ഇതിൻ്റെ സൈസിനുള്ള പേപ്പർ, ആ സൈസിനുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലാവണം, ഇത് മുകളിൽ വെക്കുക. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാണ്ട്, ഫസ്റ്റ് നമ്മൾ കുറച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കണം. ഈ പേപ്പർ മുഴുവനും പ്ലാസ്റ്റർ ഒട്ടിച്ചണം, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് മുഴുവൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാട്ടേണ്ടത് ഈ സാധനം, ഈ സ്മൈൽ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടു. അപ്പോൾ ഗൈസ് നമ്മളൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒട്ടിച്ച ഭാഗം മാത്രം കുറച്ച് സ്ഥലം വിട്ടിട്ട് മാത്രം വെട്ടുക. എന്നിട്ട് ഇതിൻ്റെ വട്ട ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കണം, അങ്ങനെ വെട്ടിയെടുക്കുക. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളിപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളിലേക്ക് ആ ബുക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ 4 പീസായിട്ട് മുറിക്കുക. 4 പീസായിട്ട് മുറിക്കുക. മുറിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഇതിൻ്റെ എടുക്കാൻ പറ്റും, അങ്ങനെ മുഴുവനും 4 കഴിച്ച് നമ്മൾ അതേപോലെ കുറേ ആക്കിയിട്ട് 4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഓരോരോ മൂലത്തിൽ എന്തെങ്കിലും കാട്ടി വെക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോരോ മൂലക്ക് ആയിട്ട് വെക്കുന്നു. അങ്ങനെ വെച്ചിട്ട് വെക്കുക. അങ്ങനെ വെക്കുക ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമ്മൾ ഇത് എങ്ങനെ ഉപയോഗിക്കാം, ഇനി നമ്മൾ ഇവിടെ ഒഴിച്ചിട്ട ആ പാകം ഉണ്ടല്ലോ, ആ പാകത്തിൽ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് അങ്ങനെ ഒട്ടിച്ച് വെക്കണം. ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്, അതിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ
നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറച്ച് സ്പേസ് വിടുന്നേ, അത് ഈ സ്റ്റിക്കർ ഒട്ടിച്ചാൽ പാകമായിരുന്നു, അതിനാണ് ഞാൻ സ്പേസ് വിടാൻ പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ തുറത്ത് കാണിച്ചു തരാം. നമ്മൾ ഇത് പതില് എങ്ങനെ പതിൽ വിചാരിച്ചാൽ നമ്മൾ ഇങ്ങനെ വെച്ചുണ്ടാക്കണം. അതാണ് പസിൽ വരുന്നത്. നമുക്ക് നോക്കാം, വെച്ചുണ്ടാക്കാം. ഇതിലേ കൺഫ്യൂഷൻ അപ്പം നമ്മളിങ്ങനെ എല്ലേതും ഇതാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് മുഴുവൻ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എല്ലായിടത്തും വെച്ചാൽ നമ്മൾ ഏതാവും മനസ്സിലാവുന്നില്ല ഗൈസ്. ഇനി ഇത് വെച്ചാൽ ഇതായിരിക്കും വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെയും വെച്ചിട്ട് ഇങ്ങനെ വെച്ചോ. ഇനി നമ്മൾ ഇവിടെ അവിടെ എവിടെ അപ്പം നമുക്ക് ഇനി ഇവിടെ വെക്കാം. ഇവിടെ ആയിരിക്കും ആണ് ലെഫ്റ്റ്. അപ്പം നമുക്കിനി ഇവിടെ ഒട്ടിക്കാം. നമുക്ക് ഇവിടെ ലാസ്റ്റ് തൊട്ടിക്കാം. ഏകദേശം ആയില്ല. ഈ രണ്ടും തെറ്റിപ്പോയി. നോക്കാം. നമുക്ക് വെക്കാം. വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ പതിൽ എന്ന് വെച്ചാൽ. ഇനി അടുത്ത് നമുക്ക് ഇത് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് വെള്ളം അണിഞ്ഞിട്ടിട്ട് ഇവിടെ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇന്നത്തെ ഇവിടെ നമുക്ക് പോലെ ചിത്രം കാണാൻ കഴിയുന്നതാണ്. ഫോട്ടോയിൽ അങ്ങനെ കാണുന്നു, വീഡിയോയിൽ എനിക്ക് അങ്ങനെ കാണുന്നില്ലെങ്കിലും എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഫുൾ നെയിം കാണാൻ കഴിയും. അങ്ങനെയാണ് ഇതുള്ളത്. നല്ല രസമല്ലേ? അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.